നിപ്പ വൈറസ് ബാധയിൽ നിന്ന് മുക്തി നേടിയ 2 പേർ മാസങ്ങളായി കോമയിൽ തുടരുന്നത് ആരോഗ്യ വിദഗ്ധരിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. നിപ്പ വൈറസ് മനുഷ്യ ശരീരത്തിൽ, പ്രത്യേകിച്ച് നാഡീവ്യൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ കേസുകൾ. 2023 ഓഗസ്റ്റിലും 2025 മെയിലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിച്ചിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താത്ത ഒരു 42-കാരിയാണ് നിപ്പ ബാധിച്ച് കോമയിൽ കഴിയുന്നവരിൽ ഒരാൾ. പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡികൾ നൽകിയിട്ടും ഇവരുടെ നില മെച്ചപ്പെട്ടിട്ടില്ല. തലച്ചോറിനും നാഡീവ്യൂഹത്തിനും സംഭവിച്ച കേടുപാടുകളാണ് ഇവരുടെ കോമാവസ്ഥയ്ക്ക് കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു. തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലുണ്ടായ രക്തസ്രാവമാകാം ഇവരെ കോമയിലേക്ക് നയിച്ചതെന്നും ഡോക്ടർമാർ സംശയിക്കുന്നുണ്ട്. വൈറസ് സാന്നിധ്യം നിലവിൽ സജീവമല്ലെങ്കിലും തലച്ചോറിനേറ്റ ക്ഷതങ്ങൾ കാരണം ഭാവിയിലും ഇവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. നിപ്പ ബാധയുടെ മറ്റൊരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് മംഗലാപുരം സ്വദേശിയും ആരോഗ്യ പ്രവർത്തകനുമായ ടിറ്റോ തോമസ്. 19 മാസമായി ടിറ്റോ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. നിപ്പ പരിശോധന ഫലം നെഗറ്റീവായപ്പോൾ വൈറസിനെ അതിജീവിച്ചുവെന്നാണ് കരുതിയതെന്ന് ടിറ്റോയുടെ സഹോദരൻ ഷിജോ പറഞ്ഞു. എന്നാൽ 19 മാസമായിട്ടും ടിറ്റോ കണ്ണു തുറന്നിട്ടില്ല. കടുത്ത പനിയുമായി ആശുപത്രിയിലെത്തിയ ഒരു രോഗിയെ പരിചരിക്കുന്നതിനിടെയാണ് ടിറ്റോയ്ക്ക് നിപ്പ ബാധിച്ചത്. ആ രോഗി മരണപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിക്കുകയായിരുന്നു. രോഗമുക്തി നേടി വീട്ടിലെത്തിയപ്പോൾ ടിറ്റോയ്ക്ക് പനിയും തലവേദനയുമല്ലാതെ മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഷിജോ പറഞ്ഞു. ഈ സംഭവങ്ങൾ നിപ്പ വൈറസിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.